വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്പത്തോരൻ. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ്: കപ്പ കഴുകി എടുത്തിരിക്കുന്നത്, 1 കപ്പ് തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എടുത്തതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തേക്കണേ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി കപ്പ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വരാം. കപ്പ ചെറുതായി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കപ്പ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമ്മൾ പാത്രത്തിലേക്ക് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കപ്പ വേവിക്കാനുള്ള വെള്ളമാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളച്ച് വേവുന്നിട വരെ നോക്കാം. നമ്മൾ കപ്പ മൂടി വെക്കണം. ഈ കപ്പ തിളച്ചിട്ട് വരുന്നത് വരെ നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി ആവശ്യത്തിന്, അതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇതൊന്ന് കറക്കി എടുത്ത് ചതച്ചിട്ട് വരാം. നമുക്ക് നമ്മുടെ കപ്പ തിളച്ചോ എന്തരായോ നമുക്ക് നോക്കാം. കപ്പ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു വെന്ത് വരുന്നേ ഉള്ളൂ. ഒരു 2 മിനിറ്റോടെ ഒന്ന് വേവിച്ചിട്ട് വരാം. നമ്മൾ കപ്പ 3/4 വേവായിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് പോകരുത്. ഇതിപ്പം പരുവായിട്ടുണ്ട്. നമുക്ക് കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനി കടുക് വറുത്തെടുക്കാം. തീർച്ചിട്ടുണ്ട്. നമുക്ക് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കടുക്. കടുക് പൊട്ടി വന്ന് അതിലേക്ക് നമുക്ക് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി നല്ലതായിട്ട് മൂത്ത് വരട്ടതൊന്ന്. ഈ പാത്രത്തിൻ്റെ ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കപ്പ വേവിച്ച പാത്രമായിട്ടാണ് മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. നമ്മുടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ ചതച്ച് കെട്ടാൻ നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. നമുക്ക് അരപ്പിട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ തോരനിവിടെ നല്ലതായിട്ട് തേങ്ങ എല്ലായിട്ടും നല്ലതായിട്ട് മിക്സായി വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കപ്പത്തോരൻ. ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ കപ്പത്തോരൻ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.